ഹലോ സാറേ. ഏ എന്താ ടോർച്ച് അടിച്ച് നടക്കുന്നത്? എന്തിനാണോ? അതെ, ഒരു കാരണമുണ്ട്. ഏ എന്താണോ? ഇല്ലില്ല, അത് പറയാൻ പറ്റില്ല. ചർച്ചയ്ക്ക് വന്നോന്നോ? അപ്പോൾ ഒരു കാര്യം ചെയ്യ്, എപ്പോൾ വരണം? നാളെ? നാളെ അവധിയാ? മറ്റന്നാളോ? മറ്റന്നാളോ അവധിയാ? അടുത്ത ആഴ്ച ഉണ്ടാവുമോ? ഈ ആഴ്ചയും സമയം ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം സാറേ, സാറിന് അവധി ഒഴിവുള്ളപ്പോഴേ എന്നെ വിളിക്കും. അപ്പോൾ ഒന്ന് സംസാരിക്കും. ഓക്കെ. പഞ്ചായത്ത് മെമ്പറാ, അടുത്ത മാസം തിരഞ്ഞെടുപ്പാണേ. ഞാൻ ചത്തിട്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചത്, എൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുവല്ല. ഈ ഇടയായിട്ട് ഭയങ്കര മറിയാണ്. എന്താണെന്നറിയില്ല. നിങ്ങൾ ആരെങ്കിലുമേ എൻ്റെ മാളൂട്ടീനെ കണ്ടോ? മാളൂട്ടി, മാളൂട്ടിയേ, മാളൂട്ടിയേ. പാവം, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വെള്ളവും കുടിച്ചിട്ടുണ്ടാവില്ല, വിശന്ന് നടക്കിയിരിക്കും. മാളൂട്ടി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല അല്ലേ? എൻ്റെ കെട്ടിയോളൊന്നും അല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരൻ മാധവൻ്റെ അച്ഛൻ അപ്പുണ്ണിയായിട്ട് ഞങ്ങൾക്ക് തന്ന പശുവാണ്. ആ പശുക്കിടാവിൻ്റെ കുട്ടിയാ മാളൂട്ടി. എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി. കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ വന്നിട്ട് ഹിന്ദിയിൽ എന്തൊക്കെ പ്രസംഗിച്ചു. നമുക്കൊന്നും മനസ്സിലായില്ല. കുറേ ആളുകൾ കുറുവടിയും ഒക്കെ ആയിട്ട് പ്രകടനം നടത്തി. അവിടെ നിന്ന് കുറേ തൊപ്പി വെച്ച ആൾക്കാർ ഇങ്ങോട്ടും പ്രകടനം. ഒരു പിടിയും കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ മാളൂട്ടിനെയും കൊണ്ട് ഞാൻ തമാശകൾ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചാടി വീഴേണ്ടി മേത്തേക്ക്. എടാ, നീ പശുവിനെ കൊല്ലാൻ കൊണ്ടുപോയാൽ അറക്കാൻ കൊണ്ടുപോയാന്ന് പറഞ്ഞ് എന്നെ അടിച്ച് ഇടിച്ച് ഇതൊക്കെ വിളിച്ചാൽ നാശഭൂഷാക്കി പാടത്തേക്ക് തള്ളിയിട്ടു. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു, മരിച്ചില്ല. ശ്വാസം അടക്കി കിടന്നപ്പോൾ അവർ തിരിച്ചു പോയി. ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു. ഞാനും മാധവനും മാർട്ടിനും തൊട്ടടുത്തടുത്ത് വീട് താമസിക്കുന്നവരാണ്. മാധവൻ്റെ ഭാര്യ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ എൻ്റെ ഭാര്യ മുന്താസ് ഇടിച്ചിരിക്കും. അത്രക്കടുത്ത് വീടാ. ശ്വാസം വിട്ടാൽ പോലും എൻ്റെ വീട്ടിലറിയും. കഴിഞ്ഞ പെരുന്നാളിന് ഞാനും മാധവനും മാർട്ടിനും എൻ്റെ വീട്ടിൽ അവർ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തു. എന്തൊരു സന്തോഷമായിരുന്നു അറിയും. ഓണത്തിന് ഞാനും മാർട്ടിനും മാധവൻ്റെ വീട്ടിൽ പോയി. 5-8 കൂട്ടം കറികളും 3 തരം പായസവും. ആഹാ, എന്തൊരു സന്തോഷം. ക്രിസ്മസിന് ഞാനും മാധവനും മാർട്ടിൻ്റെ വീട്ടിൽ പോയി. നല്ല ഫ്രൈഡ് റൈസും കരിമീൻ പൊരിച്ചതും കേക്കും. അതൊക്കെ നല്ല നല്ല ഓർമ്മകളും സമ്മാനങ്ങളുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. നമ്മുടെയൊക്കെ സംസാരത്തിലും ഹൃദയങ്ങളിലും ശ്വാസത്തിൽ പോലും വർഗീയ വിഷം ചാർത്തുന്ന ചില ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല. എൻ്റെ കൈ പിടിച്ചാണ് പപ്പുണ്ടേട്ടൻ മരിച്ചത്. എൻ്റെ ബാപ്പ ഈ ഭൂമിയിൽ കിടന്നാണ് മരിച്ചത്. മാർട്ടിൻ്റെ അപ്പൻ പൗലോസിയേട്ടൻ കിടന്ന് മരിച്ചത്. ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ ഭൂമിയാണ്. അടുത്ത തലമുറയ്ക്കുള്ള ഭൂമിയാണ്. ഇതിനെ വെട്ടിക്കീറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. കുരിശടയാളവും നിസ്കാരത്തയമ്പും ഓങ്കാര ശബ്ദവും പരസ്പരം കൈകോർത്ത് ആശ്ലേഷിച്ച് അധിവസിക്കട്ടെ, അധിവസിക്കട്ടെ, അധിവസിക്കട്ടെ.